കൊല്ലം ആര്യങ്കാവിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസും ലോറിയും കൂട്ടിയിടിച്ച ഒരു മരണം. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. ബസ് ആറ്റിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട് ക്ഷേത്രത്തിലേക്ക് പോയ ബസും കേരളത്തിലേക്ക് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഏകദേശം രാവിലെ 3:45 ഈ ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചത്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ആണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുത ഭക്തന്മാർ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്ട് 25ഓളം ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതാണ്ട് 15-20ഓളം ആളുകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഇടിച്ച് തോട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുവാണ്. അപ്പം നിരന്തരമായിട്ട് ഈ മേഖലയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പലതവണ ചർച്ച ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ്, അപകടത്തിൽ ഒരാൾ മരിക്കുകയുണ്ടായി. എത്ര പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? അഞ്ജന, പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിലാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. അതായത് സേലം സ്വദേശി ധനപാലാണ് ഈ മരിച്ചിട്ടുള്ളത്. ഇതിൽ 30ഓളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ അയ്യപ്പ ഭക്തരാണ്. അതായത് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം തിരികെ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ലോറിയിൽ സിമന്റ് ലോഡ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ബസ്സിൽ കൂട്ടിയിടിച്ച ശേഷം ബസ് ആറ്റിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിരവധി പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. തുടർന്ന് നാട്ടുകാരൊക്കെ എത്തിയാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ലോറി തെറ്റായ ദിശയിൽ വന്നു എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ തന്നെയാണോ അപകടം ഉണ്ടായത് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ അയ്യപ്പ ദർശനം കഴിഞ്ഞ് വന്ന സേലം സ്വദേശികളായിട്ടുള്ള ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഭക്തരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ പുലർച്ചെ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 പേരെ ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരം. ബാക്കിയുള്ളവർക്കും പരിക്കേറ്റിട്ടുള്ളതായാണ് ആശുപത്രി അധികൃതരും പോലീസും അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെയും ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ റോഡ്. ഇവിടെ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ അധികാരികളോടൊക്കെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അപകടം അത് രാവിലെ തന്നെ ആണ് ഈ ദർശനം കഴിഞ്ഞെത്തിയ അയ്യപ്പ ഭക്തർക്ക് ഈ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിലേക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ലോറിയുമായി കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരെ ഗുരുതരമായി പരിക്കേറ്റവരെ അവരുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെയും നിലയെപ്പറ്റി അന്വേഷിച്ച സമയത്ത് അവർക്ക് 16 പേരെയാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഗുരുതരമായി തന്നെയാണ് ആശുപത്രി അധികൃതരും ഈ ഒരു പരിക്കുകളെ കാണുന്നത്. അതായത് ഇത്രയധികം താഴ്ചയിലേക്ക് ഈ വാഹനം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വളരെ താഴ്ചയിലേക്കാണ് ഈ ബസ് മറിഞ്ഞു കിടക്കുന്നത്. അത്രയും ആഘാതമായിരുന്നു ആ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ബസ് തന്നെ ലോറി ഇടിച്ച് ബസ് പൂർണ്ണമായും മറിഞ്ഞ് ആറ്റിലേക്ക്, അതായത് ഈ റോഡിന്റെ വശത്തേക്ക് ഒരു ആറുണ്ടായിരുന്നു, താഴ്ചയിലേക്കാണ്, അവിടേക്കാണ് ഈ വാഹനം മറിഞ്ഞു കിടക്കുന്നത്. എന്തായാലും ഇത്രയും അധികം അയ്യപ്പ ഭക്തർ, അതായത് 30 അയ്യപ്പ ഭക്തർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുന്നത്. എന്തായാലും ഇവരിൽ 16 പേർക്കുള്ള പരിക്കാണ് അറിയാൻ സാധിച്ചത്. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. ധനപാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊല്ലത്ത് നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ആര്യങ്കാവിലാണ് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടമുണ്ടായി. ഒരാൾ
മരിക്കുകയുണ്ടായി. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. 16 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്.